ശരിക്കും ഈ മനുഷ്യ മനസ്സിനെ തിരിച്ചറിയുക, മറ്റൊരാൾ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ ഫാമിലി ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പ്രൊഫഷണലിലൊക്കെ ആണെങ്കിലും നമ്മളിലേക്ക് ആളുകൾ വരണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കണം, തിരിച്ച് നമ്മളെ ആളുകൾ ഇങ്ങോട്ട് സ്നേഹിക്കണം. അതിന് നമ്മുടെ മനുഷ്യ മനസ്സിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മളിലേക്ക് സന്തോഷം വരണമെങ്കിൽ ചില പോസിറ്റീവ് ഹോർമോൺസ് നമ്മളിലുണ്ടെങ്കിലാണ് നമ്മളിലേക്ക് സന്തോഷം വരുള്ളൂ. ചില നെഗറ്റീവ് ഹോർമോൺസ്, നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പം നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ ബന്ധുക്കളോടൊക്കെ നമ്മൾ നെഗറ്റീവായിട്ടാണോ സംസാരിക്കുന്നത്, നെഗറ്റീവ് കാര്യങ്ങളാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. നമ്മൾ തുടർച്ചയായിട്ട് നെഗറ്റീവ് കേൾക്കുമ്പം അവരുടെ മൈൻഡിൽ നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാവും. അപ്പം നമ്മളുമായിട്ട് അവർ അകലുന്നതിന് കാരണമാവും. എപ്പോഴാണ് അവരോട് സ്നേഹത്തോടെ പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാകുന്ന രീതിയിൽ, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, അവരുമായിട്ട് ഇടപെടാൻ സാധിക്കുന്നത്, അപ്പോൾ മുതലാണ് അവരുമായിട്ട് നമുക്കൊരു നല്ല റിലേഷൻഷിപ്പിൽ, നല്ല സന്തോഷമുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അത് നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പേരൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ ലോകത്തിലേക്ക്, അവരുടെ മനസ്സിനെ നമുക്ക് തിരിച്ചറിയാനും അവരുമായിട്ട് ഒരു പോസിറ്റീവ് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുകയും ചെയ്താൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം, ഇത് ബിസിനസ്സിലും നമ്മുടെ സ്റ്റാഫുകളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഏത് മേഖലയിലും നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു പ്രതികരണം, അല്ല നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട്.